സാംസങ് ഗാലക്സി F15 5G. നമുക്ക് ഇവരെങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. സാംസങ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ബഡ്ജറ്റ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോണാണ് ഗാലക്സി F15 5G. ആദ്യം നമുക്കിതിൻ്റെ ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 6GB റാമും 128GB മെമ്മറിയുമുള്ള മോഡലാണെന്ന് കാണാം. നമുക്കിതിൻ്റെ ബോക്സ് ഒന്ന് ക്വിക്കായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊന്നുമില്ല, സ്മാർട്ട് ഫോണും അതിനോടൊപ്പം ചാർജിങ് കേബിളും എജക്ടർ പിന്നും അടങ്ങുന്ന ഒരു ബോക്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. ചാർജറൊന്നും ഇതിലൂടെ അവൈലബിൾ അല്ല. സോ നമുക്കിതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫുൾ HD റെസൊല്യൂഷനുള്ള സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. 6.6 ഇഞ്ച് സൈസും 90 Hz റിഫ്രഷ് റേറ്റുമാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് 14 ഔട്ട് ഓഫ് ദ ബോക്സ് വന്നിരുന്ന ഈ ഫോണിന് ഇപ്പോഴുള്ളത് ആൻഡ്രോയിഡ് 15 ആണ്. ഇതുകൂടാതെ ഇനിയുള്ള 3 വർഷത്തെ കൂടി ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സും 4 വർഷത്തെയും കൂടി സെക്യൂരിറ്റി അപ്ഡേറ്റ്സും സാംസങ് കൊടുക്കുന്നുണ്ട്. മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 6100+ എന്ന 6 നാനോമീറ്റർ ചിപ്സെറ്റാണ് ഇതിന് വരുന്നത്. മാലയുടെ G57 GPUവും ഇതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4GB മുതൽ 8GB വരെയാണ് ഇതിൻ്റെ റാം ഓപ്ഷൻസ് വരുന്നത്. എന്നാൽ മെമ്മറി ഓപ്ഷനായി ആകെ 128GB മോഡൽ മാത്രമേ ഉള്ളൂ. മെമ്മറി കാർഡ് ഇട്ട് മെമ്മറി എക്സ്പെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. 6000 mAh ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഫോണിന് അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന് 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സാംസങ് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഫ്രെയിമിൽ വരുന്ന ഈ മോഡലിന് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സ്കാനറാണ് കൊടുത്തിരിക്കുന്നത്. ബ്ലൂടൂത്ത് 5.3, 3.5mm ഓഡിയോ ജാക്ക് എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്ക് ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ 50 മെഗാപിക്സലിൻ്റെ മെയിൻ വൈഡ് ആംഗിൾ ലെൻസും 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസുമാണ് വരുന്നത്. ഇത് യൂസ് ചെയ്ത് 30 FPS വരെയുള്ള ഫുൾ HD വീഡിയോസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. 13 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ് സെൽഫി ക്യാമറ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് വെച്ച് 30 FPS വരെയുള്ള ഫുൾ HD വീഡിയോസ് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ആഷ് ബ്ലാക്ക്, ഗ്രൂവി വയലറ്റ്, ജാസി ഗ്രീൻ എന്നിങ്ങനെയുള്ള 3 കളർ ഓപ്ഷനിലാണ് ഈ ഫോൺ വന്നിരിക്കുന്നത്. സാംസങ്ങിൻ്റെ 1 UI തന്നെയാണ് ഇത് വരുന്നത്. ലേറ്റസ്റ്റ് 7.0 UI ഇപ്പോൾ ഇതുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള അനിമേഷൻസ് തന്നെയാണ് ഇതിനുള്ളത്. മോളിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസും ടോപ്പ് റൈറ്റ് കോർണറിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോൾ ക്വിക്ക് സെറ്റിംഗ്സ് പാനലും നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. സ്മൂത്ത് UI എന്ന് പറയുമ്പോൾ ഹൈ പെർഫോമൻസ് സ്മാർട്ട് ഫോണുകളിൽ ലഭ്യമാകുന്ന അത്രയും സ്മൂത്ത്നെസ് ഇല്ലെങ്കിലും ഒരു 10,000-15,000 രൂപ വില വരുന്ന ഫോണിൻ്റെ മാക്സിമം പെർഫോമൻസ് ഇതിൻ്റെ UI തരുന്നുണ്ട്. ഇതിൻ്റെ ഫിംഗർ പ്രിൻറ് സ്കാനർ വരുന്നത് സൈഡിലുള്ള പവർ ബട്ടൺ മേലാണ്. അത് വളരെ ഫാസ്റ്റ് എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. സിം ട്രേ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സിം ഓപ്ഷനാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സിമ്മിന് പകരം മൈക്രോ SD കാർഡിനുള്ള സ്ലോട്ടും ഇതിനകത്ത് അവൈലബിൾ ആണ്. അതായത് ഇത് നൽകിയിരിക്കുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. IP റേറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം കയറാതിരിക്കാനുള്ള ബാൻഡൊന്നും ഇതിനകത്ത് കാണാനില്ല. ഇനി നമുക്കിതിൻ്റെ ക്യാമറ എങ്ങനെയുണ്ടെന്ന് പരിശോധിച്ച് നോക്കാം. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള മോഡുകൾ കാണാൻ സാധിക്കുന്നതാണ്. പോർട്രേറ്റ്, വീഡിയോ, പിന്നെ മോർ ഓപ്ഷൻസിൽ മാക്രോ മോഡും മറ്റു മോഡുകളും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നതാണ്. 0.5x സൂമുള്ള അൾട്രാ വൈഡ് ലെൻസും പിന്നെ മാക്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡെഡിക്കേറ്റഡ് ലെൻസുമാണ് അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഈ മെയിൻ ക്യാമറ യൂസ് ചെയ്ത് 10x വരെയുള്ള ഡിജിറ്റൽ സൂമിൽ ഫോട്ടോസ് എടുക്കാവുന്നതാണ്. പോർട്രേറ്റ് മോഡിന് വേറെ സൂമിംഗ് ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല. സോ നമുക്ക് ഈ ഫോണിലെടുത്ത കുറച്ച് സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. ഫുൾ HD വീഡിയോ പ്ലേബാക്കാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ല മിഴിവുറ്റ ഡിസ്പ്ലേ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും ഇതിന് കൊടുത്തിട്ടില്ല. ബോട്ടം മൗണ്ടഡ് സ്പീക്കറിൻ്റെ ലൗഡ്നെസ്
അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കിതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഒന്ന് കേട്ട് നോക്കാം. ഗെയിമിംഗ് പെർഫോമൻസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആയതുകൊണ്ട് തന്നെ അത്ര വലിയ പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്നാൽ പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി മുതലായ ഏത് ഗെയിമും ഇതിനകത്ത് കളിക്കാനും സാധിക്കുന്നതാണ്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു അമോലെഡ് ഡിസ്പ്ലേ ഉള്ള, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള, ഡീസൻറ്റ് ക്യാമറയും ഡീസൻറ്റ് ഗെയിമിംഗ് പെർഫോമൻസും തരുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ് നോക്കുന്നതെങ്കിൽ സാംസങ് ഗാലക്സി F15 വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇതുപോലുള്ള ഫോണുകൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്